പ്രിയമുള്ളവരെ, ഓർമ്മ അതിൻ്റെ 19ാമത്തെ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നത് മരണം വഴി ഈ ലോകം പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കന്മാരെ. ചെറുപ്പക്കാരായ മക്കളെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. മാതാപിതാക്കൾ മക്കൾ വളരുന്നതനുസരിച്ച് അവരെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും നനച്ചിരിക്കാത്ത സമയത്ത് മാരകമായ രോഗത്തിൻ്റെയോ അപകടത്തിൻ്റെയോ അതുമല്ലെങ്കിൽ ദുർമരണങ്ങളുടെയോ ആത്മഹത്യയുടെ ഒക്കെ രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മരണം തേടി വരുമ്പോൾ വലിയൊരു തകർച്ചയിലേക്ക് ഒരു കുടുംബം തന്നെ പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം വേദനയെ ചേർത്ത് പിടിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ കുടുംബങ്ങളെ, ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കണേ, ധൈര്യപ്പെടുത്തണേ. ഒപ്പം മരണം വഴി ഈ ലോകം പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കന്മാർ, അവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുശോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.